വയനാട്ടിൽ നമുക്ക് പോകേണ്ടതുണ്ട്. വയനാട്ടിൽ ഈ പറയുന്നത് പോലെ വിജയം സംബന്ധിച്ച് എന്തെങ്കിലും ആശയക്കുഴപ്പം UDF-നില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് അവരുടെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത്. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വയനാട്ടിലേക്ക് കൂടെ വരേണ്ടതുണ്ട്. ചേലക്കരയിൽ നിന്ന് ലെബിൻ കെ വിജയൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ലെബിൻ, ഈ പറയുന്നത് പോലെ ഈ 3 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ LDF നിശ്ചയമായിട്ടും മറുപടി നൽകുന്ന, അല്ലെങ്കിൽ UDF-ഉം നിശ്ചയമായിട്ടും മറുപടി നൽകുന്ന ഒരു സ്ഥലം ചേലക്കര തന്നെയാണ്. കാരണം അവിടെ അട്ടിമറി ജയം പ്രതീക്ഷിക്കുകയാണ് രമ്യ ഹരിദാസിലൂടെ UDF. അവർ അതിനുവേണ്ട ജോലി ചെയ്തിട്ടുണ്ട്. വലിയ കഠിനാധ്വാനമാണ് അവർ ചെയ്തത്. അവിടെ തമ്പടിച്ച് പ്രധാനപ്പെട്ട നേതാക്കളടക്കമുള്ള ആളുകൾ ഇത് തിരിച്ചു പിടിക്കാനാകും, അല്ലെങ്കിൽ തങ്ങൾക്ക് അട്ടിമറി വിജയം നേടാനാകുമെന്ന് കണ്ട് അവിടെ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പ്രവർത്തകരും നേതാക്കളും വലിയ തോതിൽ തമ്പടിച്ച് കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട്. എന്നാൽ LDF-ന് അവരുടെ ഉറച്ച ശക്തി കോട്ടയാണിത്, ശക്തി കേന്ദ്രമാണിത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം അവർക്ക് ഒരു ഘട്ടത്തിലും വന്നിട്ടുമില്ല. ഏത് നിലക്കുള്ള കണക്കുകൂട്ടലുകളാണ് അവർക്കെല്ലാം ഈ അവസാന സമയത്തുള്ളത്? ഇപ്പോൾ 7 മണിയായി, ഇനി ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ വോട്ടെണ്ണൽ ആരംഭിക്കാൻ ഔദ്യോഗികമായിട്ട്. ഈ ഘട്ടത്തിൽ പറയാവുന്ന കാര്യങ്ങൾ എന്താണ്? സനീഷ്, ഉറച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ് LDF-ഉം UDF-ഉം ഉള്ളത്. നമ്മൾ കണക്കുകൾ സാങ്കേതികത്വമാണ് എങ്കിൽ പോലും അവസാനവട്ട വിലയിരുത്തലിലും CPM നടത്തുന്നത് പരമാവധി 18,000 മുതൽ 20,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാമെന്ന് അവർ പരസ്യമായി പറയുന്നുണ്ടെങ്കിൽ പോലും 7,000 മുതൽ 10,000 വരെയുള്ള ഒരു ഭൂരിപക്ഷത്തിൽ ഉറപ്പായും സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ളതാണ് നേതാക്കളടക്കമുള്ള ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ആ 7,000 എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 5,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തിലേക്കായിരിക്കാം ഒരുപക്ഷെ വിജയിക്കാനായെങ്കിൽ സ്ഥാനാർത്ഥി എത്തുക, UR പ്രദീപ് എത്തുക എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും അതിശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം, നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്ന് പറയുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് മുന്നണികൾ നടത്തിയത്. മറുവശത്ത് UDF ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് 5,000 വോട്ടിൻ്റെ എങ്കിലും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് കണക്കൂട്ടുമ്പോൾ ഏറ്റവും അവസാനം UDF കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 1,000 മുതൽ അല്ലെങ്കിൽ 3,000 വരെയുടെ അത്രയൊരു മാർജിൻ മാത്രമാണ് UDF പ്രതീക്ഷിക്കുന്നത്. എത്രയാണെങ്കിൽ പോലും 2 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനായെങ്കിൽ പോലും UDF-നെ സംബന്ധിച്ചുകൊണ്ട് അത് ഏറ്റവും വലിയ നേട്ടമായി തന്നെ കണക്കാക്കാം. കാരണം നമുക്കറിയാം, KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി നേരിട്ടെത്തി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അടക്കമുള്ള ആളുകൾക്ക് നൽകിയിരുന്ന ഒരു നിർദ്ദേശം, രാഷ്ട്രീയ വിജയം അത് ചേലക്കരയിലായിരിക്കും, വയനാട്ടിലല്ല, പാലക്കാട്ടല്ല, വിജയിക്കേണ്ടത് ചേലക്കരയിൽ തന്നെയാണ്. 28 വർഷങ്ങൾക്ക് ശേഷം ഈ മണ്ഡലം തിരികെ പിടിക്കേണ്ടത് കോൺഗ്രസിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണെന്നുള്ള നിലയിലുള്ള ഒരു നിർദ്ദേശവും ശക്തമായ താക്കീതുമൊക്കെ നേതൃത്വത്തിന് മുന്നണി പ്രവർത്തകർക്ക് എല്ലാവർക്കും നൽകിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്രയും കരുത്താർജിച്ച ഒരു സംഘടനാ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും UDF മണ്ഡലത്തിൽ നടത്തിയത്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ പോരാട്ടം അതിശക്തമായി മാറുമെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. മറുവശത്ത് 2 സ്ഥാനാർത്ഥികൾ കൂടിയുണ്ട്. BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള K ബാലകൃഷ്ണൻ തദ്ദേശീയനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി BJP വലിയൊരു ആത്മവിശ്വാസമാണ് ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചത്. UR പ്രദീപിനും രമ്യ ഹരിദാസിനും ഒപ്പം കിടപിടിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥികൾ പലരും ഉണ്ടായിട്ടും അവരെയൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ പഞ്ചായത്തിനോട് അല്ലെങ്കിൽ ഈ മണ്ഡലത്തോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആൾ തിരുവില്ലാമല പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നിലവിലെ പഞ്ചായത്ത് അംഗമായിട്ടുള്ള K ബാലകൃഷ്ണനെ അവതരിപ്പിക്കുന്നതിലൂടെ BJP നൽകുന്ന സൂചന, ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ഉറച്ച സംഘടനാ അടിത്തറ ഈ മണ്ഡലത്തിൽ തങ്ങൾക്കുണ്ട് എന്നുള്ള ബോധ്യം എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു നീക്കമായിട്ടാണ് നമ്മളത് വിലയിരുത്തുന്നത്. കാരണം അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്ന് മാത്രം 36,000-ലേറെ വോട്ട് BJP-ക്ക് സമാഹരിക്കാനായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ TN സരസുവിനെ നിർത്തി 28,000-ൽ പരം വോട്ടിൻ്റെ ശേഖരം അല്ലെങ്കിൽ അത്തരം 28,000-ൽ പരം വോട്ട് സമാഹരിക്കാൻ BJP-ക്കായി. ഇത്തവണ അത് 32,000 മുതൽ 35,000 വരെ വോട്ടിൻ്റെ ഒരു വർധനവുണ്ടാക്കാനാകുമെന്നുള്ളതാണ് NDA കേന്ദ്രങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ. വിജയിക്കുമെന്ന് ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുമ്പോഴും ഉറച്ച വോട്ട് വർധനവുണ്ടാക്കാനുള്ള ഒരു ശ്രമം BJP നടത്തിയിട്ടുണ്ട്. അതിനുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ള വ്യക്തമായതോടുകൂടി ആ സമയം മുതൽ എണ്ണയിട്ട യന്ത്രം പോലെ BJP അല്ലെങ്കിൽ NDA കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അവരുടെ പ്രവർത്തനവും മറ്റും നമ്മൾ കുറച്ച് കാണുന്നില്ല. എങ്കിൽ പോലും BJP ഇവിടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് കരുതാൻ ഈ ഘട്ടത്തിൽ നമുക്കാവില്ല. അല്ലാത്ത പക്ഷം അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം BJP-ക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് PV അൻവറിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള NK സുധീർ, മുൻ AICC അംഗവും KPCC സെക്രട്ടറിയുമായിട്ടുള്ള സുധീർ കോൺഗ്രസ് വിമതനായാണ്
ആദ്യം മത്സരരംഗത്തേക്ക് വരുന്നത്. പിന്നീട് DMK പിന്തുണയ്ക്കുന്നു, PV അൻവർ MLA പിന്തുണയ്ക്കുന്നു. അത്തരത്തിൽ രമ്യ ഹരിദാസിനും കോൺഗ്രസ് ക്യാമ്പിനുമൊക്കെ ഈ അൻവറിൻ്റെ അല്ലെങ്കിൽ സുധീറിൻ്റെ സ്ഥാനാർത്ഥിത്വം നേരിയ തോതിലെങ്കിലും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നമുക്കറിയാം. ഏതെങ്കിലും വിധത്തിൽ വോട്ടുകൾ ചോരാനിടയുണ്ടെങ്കിൽ ആദ്യം ചോരുക UDF കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ടുകളായിരിക്കും സുധീറിലേക്ക് എത്തുക. വലിയൊരു മാർജിനൊന്നും അവർ നേടിയെടുക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. പക്ഷേ ഒരു 5000 മുതൽ ഒരു പരമാവധി 6000 വരെ വോട്ട് ഏറ്റവും കൂടി പോയാൽ നേടാനാകും സുധീറിന്, അൻവറിന് എന്നുള്ളൊരു വിലയിരുത്തൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ കാരണം അൻവർ നടത്തിയ ഈ മണ്ഡലത്തിൽ നടത്തിയ ചില പ്രവർത്തനങ്ങളാണ്. UDFന് സഹായകരമാകും എന്നുള്ള നിലയിലാണ് അൻവർ പ്രവർത്തിച്ചതെങ്കിലും ചില കേന്ദ്രങ്ങളിൽ UDFൻ്റേതായിട്ടുള്ള വോട്ടുകളും അൻവറിന് നേടിയെടുക്കാനാകും. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ ജനപ്രാതിനിധ്യം ഏറെയുള്ള പ്രദേശങ്ങൾ, വരവൂർ, ദേശമംഗലം, തളി, വള്ളത്തോൾ നഗർ തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അൻവർ പ്രത്യേകമായി നടത്തിയ ക്യാമ്പയിൻ, കാന്തപുരം വിഭാഗത്തിൻ്റെ അടക്കമുള്ള വലിയ സ്വാധീനമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും മറ്റ് ഇതര മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ അവരുമായി ആലോചിച്ചുകൊണ്ടും നടത്തിയ ഒരു പ്രവർത്തനം UDFന് അനുകൂലമല്ലാത്ത വിധത്തിൽ വോട്ട് ചോർച്ച ഉണ്ടാക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഏതായാലും രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ള വിലയിരുത്തലുകളും ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. മറ്റൊന്ന് SDPIയുടെ പരോക്ഷമായിട്ടുള്ള പിന്തുണ. പരോക്ഷമെന്ന് പറയുമ്പോഴും നേരിട്ടുള്ള പിന്തുണ തന്നെയാണ് SDPI അൻവറിനും സ്ഥാനാർത്ഥിക്കും നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലും നിയമസഭയിലും അടക്കം 1200 മുതൽ 1700 വരെയുള്ള വോട്ട് നേടാൻ SDPIക്കായി. അത്തരത്തിൽ ചില കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ PV അൻവറിൻ്റെയും NK സുധീറിൻ്റെയും സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ UDFന് ഭീഷണിയായേക്കാം. മറുവശത്ത് CPMനും അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നേരിയ ചില ആശങ്കകളുണ്ട്. കാരണം ഉറച്ച കേഡർ പാനൽ വോട്ടുകളാണെങ്കിൽ പോലും അൻവറിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം ഏതെങ്കിലും നിലയിൽ ഒരു ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക നേരിയ തോതിലാണെങ്കിലും LDFനുണ്ട്. ഏതായാലും മുന്നണികളുടെ പ്രതീക്ഷകൾ മറ്റും പരിശോധിക്കുമ്പോൾ LDF കണക്കുകൂട്ടുന്നത് 18000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന് പ്രാഥമിക തലത്തിൽ, പാർട്ടി തലത്തിൽ, ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു. പക്ഷേ 7000 മുതൽ 10000 വരെ വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നുള്ളതാണ് LDF കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ. 1000 മുതൽ 3000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. 32,000-ലേറെ വോട്ടുകൾ നേടാനാകുമെന്ന് BJPയും പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ വരുമ്പോൾ മത്സരം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്താനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ